ഹലോ, എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവോക്കാഡോ സാലഡാണ്. അവോക്കാഡോ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ, നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: അവോക്കാഡോ, നല്ലതുപോലെ പഴുത്ത അവോക്കാഡോ നമ്മളുടെ ആവശ്യത്തിന് എടുക്കുക. അതനുസരിച്ചിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഉള്ളി, ഒരു തക്കാളി, പച്ചമുളക്, നമ്മുടെ ആവശ്യത്തിന് എരിയുടെ അനുസരിച്ച് അല്പം മല്ലിയില, നാരങ്ങാനീര്, ഉപ്പ് എന്നിവയാണ് എടുത്തേക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, സാലഡ് ഡ്രസ്സിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ ഈ അവോക്കാഡോ കുരുവും തൊലിയും കളഞ്ഞിട്ട് അതിൻ്റെ അവോക്കാഡോ എടുത്ത് സ്മാഷ് ചെയ്തെടുത്തേക്കുന്നതാണ്. പിന്നെ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തു, തക്കാളിയും ചെറുതായി അരിഞ്ഞു, മല്ലിയില അരിഞ്ഞെടുത്തു, പച്ചമുളകും ചെറിയ തീരെ ചെറുതായ പീസസായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സാലഡ്സ് തയ്യാറാക്കാം. ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് അല്പം ലബനീസ് കുബൂസ് വറുത്തതാണ്. അതിതിൻ്റെ കൂടെ ഡിപ്പായിട്ട് നമ്മൾക്ക് ഇതിൻ്റെ കൂടെ ഡിപ്പായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ സാലഡ് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബൗളിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഐറ്റംസ് എല്ലാം കൂടെ മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുക മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് സാലഡ്സ് തയ്യാറാക്കാം. ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ള ഒരു ഫ്രൂട്ടാണത് അവോക്കാഡോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റി ഇത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ യോഗർട്ടും ഇതിനോട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാനാണ്. അപ്പോൾ അതാണ് എനിക്കിഷ്ടമുള്ളത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ മാറ്റി ഉപയോഗിക്കാം. പക്ഷേ ലെമൺ ജ്യൂസാണ് ഇതിലൂടെ നല്ലതെന്ന് തോന്നുന്നു. അപ്പം ഇത് നമുക്ക് ബൗളിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. എല്ലാവരും പല രീതിയിൽ അവോക്കാഡോ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ജ്യൂസ് ഷേക്ക് ഉണ്ടാക്കും, ജ്യൂസ് ഉണ്ടാക്കും, പിന്നെ ടോസ്റ്റായിട്ടുണ്ടാക്കും. അപ്പോൾ നമുക്ക് ഈ രീതിയിലൊരു ട്രൈ ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാലഡാണ്. നമുക്ക് ചിപ്സിൻ്റെ കൂടെയൊക്കെ ഡിപ്പായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ചില സോൾട്ടി ബിസ്ക്കറ്റ്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ നാച്ചോസ് എന്ന് പറയുന്ന ആ ചിപ്സ്, അല്ലെങ്കിൽ ഡോർട്ടോസ്, അതുപോലെയുള്ള ചിപ്സുകളുടെ കൂടെ നമുക്ക് ഡിപ്പായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് നല്ലൊരു ഡിപ്പായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് ഈ സാലഡ് കം ഡിപ്പ് എന്ന് പറയാം നമുക്കതിന്. അവോക്കാഡോ വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഈ രീതിയിൽ കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ, ചപ്പാത്തിക്ക് മറ്റുള്ള സൈഡ് ഡിഷ് ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു സാലഡ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ പറ്റും. കുബൂസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പം നമുക്ക് സമയമില്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി ഇങ്ങനൊരു സാലഡ് ഉണ്ടാക്കി അതുമായിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കാവുന്നതാണ്. ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതുമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സാലഡ് റെഡിയാണ്. പിന്നെ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഡെക്കറേറ്റ് ചെയ്തത് ഈ വറുത്തെടുത്ത കുബൂസും പോമഗ്രാനൈറ്റും ഉപയോഗിച്ചാണ്. പോമഗ്രാനൈറ്റും ഇതിൽ മിക്സ് ചെയ്തിട്ടാൽ അതൊരു അഡീഷണൽ ടേസ്റ്റാണ്, കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റും കൂടെ വരും. അപ്പോൾ നമ്മളിതിലേക്ക് ഈ പോമഗ്രാനൈറ്റും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ അത് അഡീഷണൽ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് കാണുന്നതിനോടൊപ്പം തന്നെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.